നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമുക്കറിയാം, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അതല്ലെങ്കിൽ ഏതൊരു ജോലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒരു ജോബ് സെർച്ചുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്സ്, കണക്കുകളിൽ ഒരു പ്രാഗൽഭ്യം തെളിയിക്കുക എന്നുള്ളത്. പല കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ ഈ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ വേർബൽ എബിലിറ്റിയോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് എന്നുള്ളത്. അതായത് നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ട് പ്രാഗൽഭ്യം തെളിയിക്കേണ്ടതായിട്ട് വരും. എന്നാൽ പലപ്പോഴും പലരും ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് ഈ കണക്ക് എന്നുള്ളത്. എന്നാൽ അറിയുക, ഈ പല കണക്കുകളും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ്. അതിന് സഹായകരമായ ഒരു മേഖലയാണ് വേദിക് മാത്തമാറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ വേദിക് മാത്സ് എന്നുള്ളത്? അവിടെ എങ്ങനെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും, അതെങ്ങനെ പഠിച്ചെടുക്കാം, അങ്ങനെ വേദിക് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ട് തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ പി ദേവരാജൻ സാർ, വെൽക്കം ടു കരിയർ പാത്വേ. സാറ് ബേസിക്കലി ഒരു ഓട്ടോമൊബൈൽ എൻജിനീയറാണ്. 20ഓളം വർഷം അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രികളിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി. എന്നാൽ പിന്നീട് കഴിഞ്ഞ 15ഓളം വർഷങ്ങളായിട്ട് വേദിക് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രചാരകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ മേഖലയിൽ ഒത്തിരി ട്രെയിനിങ്ങുകൾ കോളേജുകളിലും സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എടുക്കുന്ന, അതിനോടൊപ്പം ഈ മേഖലയിൽ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒത്തിരി കോളംസൊക്കെ ആർട്ടിക്കിൾസൊക്കെ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പേർട്ടിൽ നിന്ന് വളരെ ആധികാരികമായിട്ട് വേദിക് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സാർ, ആദ്യം എനിക്ക് അറിയേണ്ടത് എന്താണ് ഈ വേദിക് മാത്തമാറ്റിക്സ്, അതൊന്ന് സൂചിപ്പിക്കാമോ? വേദിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഭാരതത്തിൻ്റെ പൗരാണികമായ ഒരു അറിവിൻ്റെ ശാഖയാണ്. ഓക്കെ. അത് നമ്മൾ മനക്കണക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പൂർവികർ ഉപയോഗിച്ചിരുന്ന രീതികളാണ്. ശരി, ഓക്കെ. അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ നമുക്ക് കിട്ടും. അത് പറയുമ്പോഴും ഒരു സാറിനെ ഒന്ന് പരീക്ഷിക്കാം അല്ലേ, പെട്ടെന്ന് കഴിയിട്ടും ഒരു എന്തെങ്കിലും അങ്ങനത്തെ ഒരു തീർച്ചയായിട്ടും സാർ ഒരു രണ്ടക്ക സംഖ്യ പറഞ്ഞോളൂ. രണ്ടക്ക സംഖ്യ 22. 22 ആണെങ്കിൽ 22ന് രണ്ടക്കത്തിലെ ഏറ്റവും വലുത് 99 ആണ്. അത് 99, 22 ഗുണം 99ന്റെ ഉത്തരം എന്ന് പറയുന്നത് 21. അപ്പോൾ 7, 8 എന്നാണ്. 2178 എന്നായിരുന്നു. അതെങ്ങനെ കിട്ടി അതിലേക്ക് എത്തി? സാർ പറഞ്ഞ രണ്ടക്ക സംഖ്യ 22 ആണ്. അതിൽ നിന്ന് ആദ്യം ഞാൻ 1 കുറച്ചു. അപ്പൊ 21. പിന്നെ ആ ആദ്യത്തെ സംഖ്യ 9 നിന്ന് 2 കുറച്ചാൽ 7, 10 നിന്ന് 2 കുറച്ചാൽ 8. അങ്ങനെയാണ് 78 എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട് കിട്ടി. അപ്പൊ 3 അക്ക സംഖ്യ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. 3 അക്കോ 4 അക്കോ അല്ല, ഇനി 10, 15 ഒക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ സൂത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ. വേറെ ഇതേപോലെയുള്ള ഒരു വേദിക് മാത്തമാറ്റിക്സിലെ ഒരു സൂത്രം ഒന്ന് പറയാമോ? ഓക്കെ. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് സ്ക്വയർ കാണുക, വർഗ്ഗം. 5ന്റെ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ 45ന്റെ സ്ക്വയർ 2025 ആണ്. അതെങ്ങനെ കിട്ടി? ആ 4ന്റെ കൂടെ, 4ആണ് ഇടത് ഭാഗത്തുള്ളത്, 4ന്റെ കൂടെ 1 കൂട്ടുക, 5 ഗുണം 4 20. അതാണ് ആദ്യത്തെ പാർട്ട്. പിന്നെ 5ന്റെ വർഗ്ഗം 25 വലത് ഭാഗത്തും എഴുതി. അപ്പം 2025. അത് ഈ 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകൾക്കും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കണക്കുകൾക്കെല്ലാം ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കും എളുപ്പത്തിൽ. ഇപ്പൊ നമ്മൾ എഴുതി നോക്കി ചെയ്യുന്നതിന് പകരം ഇത് പലപ്പോഴും സാറ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്ത് സമയം പോകും. ശരി. അതിന് പകരം നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. അത് കുട്ടികളിൽ ഒരു തരം കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. നമ്മൾക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശം. അതാണ്. ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് മുൻപ് അറിഞ്ഞിരുന്നില്ല? ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഇത് നമ്മളുടെ ഒരു സ്കൂൾ പഠനത്തിന്റെ ഒന്നും ഭാഗമായി മാറാത്തത്? നമുക്കറിയാം, നമ്മുടെ പഴയതെല്ലാം ഒരു മോശമായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നായിരിക്കും ഇതൊക്കെ മാറ്റിവെച്ചത്. പക്ഷെ ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വിദേശീയരൊക്കെ ഇവിടെ കച്ചവടത്തിന് വന്നപ്പം നമ്മുടെ കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന രീതികളാണ്. അവർക്ക് അന്നത് അതിശയമായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ കച്ചവടക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കണ്ട് പഠിച്ചുപോയ അറബികള് നമ്മുടെ ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയിട്ട് അവരിലൂടെയാണ് ഇത് യൂറോപ്പിൽ പോലും എത്തുന്നത്, ഈ സംഖ്യകൾ പോലും. ശരി, ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സാറ് ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെ എത്തി? കാരണം സാറ് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു, ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ വേദിക് മാത്തമാറ്റിക്സിൻ്റെ മേഖലയിലേക്ക് എത്തിയത്?
ഞാൻ സ്കൂളുകളിൽ പഠിച്ചിരുന്ന സമയത്ത് മാത്സിൽ അല്പം ബുദ്ധിമുട്ടിയിരുന്ന അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് രസകരമായിട്ട് പഠിക്കാനുള്ള കാരണം അച്ഛനും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അത് ഇന്നിപ്പോ മാത്സ് പലർക്കും ബോറിംഗ് ആണ്, ബുദ്ധിമുട്ടാണ്, ടഫാണെന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് ഇത്തരത്തിലൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൊടുത്താൽ അവർക്കും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത് അറിയാൻ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന നിലയിലാണ് ഈ മേഖലയിലേക്ക്. അപ്പൊ ഈ മേഖല ഇന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്? ഇന്നിപ്പോ ഞാൻ ഇത് വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ പഠനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗവേഷണങ്ങളും അല്ലെങ്കിൽ അതിന്റെ റിസർച്ച് പേപ്പർ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2024 NCERT കോൺഫറൻസിൽ പ്രസന്റ് ചെയ്ത ഒരു പേപ്പറിന്റെ പാർട്ട് ഇന്നിപ്പം പുതിയ ഇപ്പൊ ഈ വർഷം വന്ന NCERT 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. അപ്പം ഒന്ന്, നമ്മുടെ കുട്ടികൾ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം സാറിന്റെ സംഭാവനയും കൂടിയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് അവരത് ഇൻക്ലൂഡ് ചെയ്തു. അത് നല്ലതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഭാവിയിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ സിലബസിലൊക്കെ വന്നേക്കാം. ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ NEPയുടെ പാർട്ടായിട്ട് ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണല്ലോ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത്, ഭാരതീയ ജ്ഞാന പരമ്പര എന്ന് പറയുന്നത്. കാരണം അത് നമ്മളുടെ കുട്ടികളിലെ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അവർക്ക് കൂടുതൽ രസകരമായിട്ട് പഠിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതലായിട്ട് നമ്മുടെ പാഠ്യ പദ്ധതിയിൽ അല്ലെങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സാർ അങ്ങനെയുള്ള ഗവേഷണങ്ങൾ അതേപോലെയുള്ള പേപ്പർ പ്രസന്റേഷൻസ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ മേഖലയിൽ ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ടോ? ട്രെയിനിങ്ങുകളും പിന്നെ ബുക്കുകൾ, ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ മാഗസീനും മറ്റുമൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സാറിൽ നിന്ന് വേദിക് മാത്തമാറ്റിക്സ് ഒരാൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് മാർഗം? ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ബാച്ചായിട്ട് നമ്മൾ ഓൺലൈൻ നടക്കുന്നുണ്ട്. സാറിന്റെ നമ്പർ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേദിക് മാത്തമാറ്റിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, സാറിൽ നിന്ന് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. സാറിനെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. സാറ് മാത്രമല്ല ഈ മേഖലയിൽ ഇന്ന് അല്ലെ ഒരുപാട് പേര് പഠിക്കുന്നു. ഒരു സ്ഥാപനത്തിനാണെങ്കിൽ നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ്ങും ഉണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഓക്കെ. നമുക്ക് എൻ്റെ ചോദ്യം, ഒരു കരിയറിൽ ഒരാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അതായത് പഠനമൊക്കെ കഴിഞ്ഞു, മുന്നോട്ടേക്ക് പോകണം, ഒരു ജോലിയൊക്കെ കിട്ടി മുന്നോട്ടേക്ക് പോകണം, അവരെ എങ്ങനെ ഇത്? അതെ, ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ, ബിടെക് കഴിഞ്ഞവർ, അവർ അവിടുത്തെ കാൽക്കുലേഷനുകളെല്ലാം കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്, ശീലിച്ചത്. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചെല്ലുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരവിടെ കൂടുതൽ സമയം എടുക്കും. അപ്പൊ അത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം അത് എല്ലാവർക്കും ആവശ്യമുണ്ട്. നമുക്ക് ഒരു LDC ആണെങ്കിലും ശരി, ബാങ്ക് എക്സാം ആണെങ്കിലും ശരി, UPSC ആണെങ്കിലും ഒക്കെ എടുത്ത് കാൽക്കുലേഷൻ അവിടെ എല്ലാം സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോ ഒരു നമ്മുടെ നീറ്റ് ആയാലും JEE ആണെങ്കിലും അവിടെയൊക്കെ സമയം പ്രധാനപ്പെട്ട, അവിടെ എല്ലാം കാൽക്കുലേഷൻ എളുപ്പമാക്കാനായിട്ട് വളരെയധികം ഉപയോഗപ്പെടും. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു CBSEയുടെ ബോർഡ് എക്സാം എടുത്ത് നോക്കിയാൽ ഒരു മാർക്കിനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.25 മിനിറ്റാണ്. അപ്പോൾ ഒരു ഇത്തരത്തിലുള്ള മാർഗങ്ങൾ പഠിച്ചു പോയാൽ ഒരു 15-20 മിനിറ്റ് ആ കുട്ടിക്ക് എക്സ്ട്രാ സേവ് ചെയ്യാനായിട്ട്. അപ്പം മാത്സ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനത്തെ വേറെ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ കരിയറിൽ മാത്രമല്ല, ഒരു കുട്ടി ഒരാളുടെ പ്രൊഫഷനിലൊക്കെ ഈ വേദിക് മാത്തമാറ്റിക്സിന് എന്തൊക്കെ? തീർച്ചയായിട്ടും. ഇപ്പം അതിൽ ഇപ്പോൾ പഠിക്കാൻ വരുന്നവർ ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം, ഞാനിപ്പോൾ കുറച്ച് പേര് MBA ഫിനാൻസ് കഴിഞ്ഞവർ എൻ്റെ അടുക്ക പഠിക്കാൻ വന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിപ്പം എക്സലും നിങ്ങൾ സിസ്റ്റം ഉപയോഗിക്കുന്നവർ, നിങ്ങൾ എന്തിനാണ് ഇത് മെന്റൽ മാത്സ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു, നമ്മളൊരു ഡിസ്കഷൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരു ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര ശതമാനത്തിന്റെ ഒരു ഡിഡക്ഷൻ അല്ലെങ്കിൽ ഇത്ര ഒരു കട്ട് വരുമ്പോൾ എത്രയാണെന്നുള്ള ഒരു സംഖ്യ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പർച്ചേസിങ്ങിനാണെങ്കിലും ശരി, നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. വേറെ ഒന്നും കാൽക്കുലേറ്റർ തപ്പി പോകേണ്ട കാര്യമില്ല. അപ്പൊ അവർ ഫേസ് ടു ഫേസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കടയിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്കൊരു കാൽക്കുലേഷൻ വേണ്ടി വരുന്ന സമയത്ത് അല്ലേ, തീർച്ചയായിട്ടും ഇത് വളരെ വളരെ പ്രയോജനപ്രദമാണ്. അപ്പൊ അത് ഇപ്പൊ ഞങ്ങളൊരു സ്റ്റഡി നടത്തിയിരുന്നു. കേരളത്തിലെ ഒരു 4800ഓളം വിദ്യാർത്ഥികളിലായിട്ടും പല ഡിസ്ട്രിക്റ്റിൽ നമ്മൾ നടത്തിയിരുന്നു. കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ, കടയിൽ പോയിട്ട് നിങ്ങളൊരു 36 രൂപ 25 പൈസയ്ക്ക് ഒരു സാധനം മേടിച്ചു, 100 രൂപ കൊടുത്താൽ എത്ര രൂപ ബാലൻസ് കിട്ടും? ഇത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളോട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവരിത് എഴുതി നോക്കി ഉത്തരം എടുക്കാനായിട്ട് 3 മിനിറ്റ് എടുത്തു. 3 മിനിറ്റ് എടുത്തു. എന്നിട്ട് ആ ഉത്തരം 48% ശരിയുള്ളായിരുന്നു. ബാക്കി 52% കുട്ടികളുടെ ഉത്തരം തെറ്റായിരുന്നു. പക്ഷെ ഇത് എളുപ്പം മാർഗം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ ഒരു അരമണിക്കൂർ സമയം മതി. അരമണിക്കൂർ കൊണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 20 സെക്കൻഡിൽ കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റിയ. ഞാൻ മനസ്സിലായി സാറ്
ഈ ടെക്നിക്സ് ഒക്കെ സാറിൻ്റെ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. സാറിൻ്റെ മോളൊക്കെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങൾ എടുക്കുന്നൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണോ എന്നൊന്ന് സൂചിപ്പിക്കുക. അവര് ഈ ലോക്ക്ഡൌൺ കാലത്താണ് അവര് അവരുടെ കുട്ടികളെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ട് അവർക്ക് ധാരാളം പിന്നീട് ക്ലാസ്സുകളിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. ലോക്ക്ഡൌൺ സമയത്താണ് തുടങ്ങുന്നത്. എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നത്. അവരിപ്പം വേദിക് മാത്തമാറ്റിക്സ് ട്രെയിനേഴ്സ് ആണ്. രണ്ടുപേരും ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ വേദിക് മാത്തമാറ്റിക്സ് ആരൊക്കെ പഠിക്കണം? ടീച്ചേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവും? ഒന്ന് സൂചിപ്പിക്കാമോ? ഇത് ആർക്കും പഠിക്കാമെന്നുള്ളതാണ് ഏറ്റവും രസകരം. ഒരു ബേസിക് കാൽക്കുലേഷൻ അറിയാവുന്ന കടയിലിരിക്കുന്ന ഒരാൾക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ പണ്ട് ഇപ്പൊ പച്ചക്കറി കടക്കാർ, ഇപ്പൊ എല്ലാവർക്കും ബില്ലിംഗ് മെഷീനൊക്കെ ഉണ്ട്. പച്ചക്കറി കടക്കാർ 10-20 ഐറ്റംസ് മേടിച്ചു കഴിഞ്ഞാൽ അവർ കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അവര് ഉപയോഗിക്കുന്നത് പോലും അത് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള രീതികളാണ് ഉപയോഗിക്കുന്നത്. ഈ മെഷീൻ വന്നപ്പോൾ കുറെ പേര് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ ഈ നമ്മുടെ ബ്രെയിനിന് ഒരു നല്ല എക്സസൈസ് ആണ് ഒന്നാമത്തെ കാര്യം. അത് നമ്മുടെ മെമ്മറിയെ കൂട്ടാനും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ സഹായിക്കും. കുട്ടികളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ഗാഡ്ജറ്റ്സുമായിട്ട് അഡിക്റ്റ് ആയി പോകുന്നത് കൊണ്ട് നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ ഒരു മെന്റൽ പ്രോസസ്സിങ്ങിന് വളരെ നല്ലതാണ്. അത് അവരുടെ മെമ്മറിയെയും അവരുടെ തിങ്കിങ് പ്രോസസ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും ഒന്നാമത്തെ കാര്യം. അപ്പൊ അത് തന്നെ അവരുടെ എല്ലാ വിഷയങ്ങളിലും ഉള്ള പെർഫോമൻസിനെ നല്ലതായിട്ട് സഹായിക്കും. പിന്നെ മാത്സിലുള്ള പെർഫോമൻസ് പ്രധാനമായിട്ട് സമയം സേവ് ചെയ്യാൻ പറ്റും. അതിന് മാത്സിൽ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് വരും ഡെവലപ്പ് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇങ്ങനത്തെ അല്ലെ ഈ ഒരു മെത്തേഡ് കാണുമ്പോൾ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആവും. തീർച്ചയായിട്ടും തന്നെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിവിടെ ഒരു നമ്മുടെ അനുദിന പ്രവർത്തനങ്ങളിൽ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക എന്നതിലുപരി ഇതിനകത്തൊരു എക്സ്പെർട്ടൈസ് നേടുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികൾ? ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. കാരണം ഇന്നിപ്പോൾ സ്കൂളുകളുടെ എല്ലാം കരിക്കുലത്തിന്റെ ഒരു പാർട്ടായിട്ട് മാറി. ഞങ്ങൾ തന്നെ വിവിധ സ്കൂളുകളിൽ ഇതിന്റെ ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നു. പലപ്പോഴും ടീച്ചേഴ്സും ട്രെയിനേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പോലും അതിന്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഇതായിട്ട് മാറാനായിട്ട് വേദിക് മാത്സ് ട്രെയിനറായിട്ട് മാറാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ ധാരാളം. അവർക്കത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുള്ള ട്രെയിനിങ്സ് കൊടുക്കുന്നിടത്ത് ഓപ്പർച്യൂണിറ്റികളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ, അങ്ങനെ പല അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അവസാനമായിട്ട് ഒരു ടെക്നിക്ക് കൂടെ പറഞ്ഞു തരാം വേദിക് മാത്തമാറ്റിക്സ് പണികളെ എളുപ്പമാക്കാനുള്ള? ധാരാളമായിട്ട്. സാറ് ഒരു 100-നടുത്തുള്ള 2 സംഖ്യകൾ ഞാൻ പറഞ്ഞു, 100 അത് 1000 ഒക്കെ ആവാം. എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് 108നെ 107 കൊണ്ട് ഗുണിക്കുക. ഇത് രണ്ടും 100-നടുത്ത സംഖ്യയാണ്. സാറ് 100 ഗുണം 100 ആയിരുന്നേ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. 108ഉം 107ഉം വന്നത് കൊണ്ടാണ് അല്പം ബുദ്ധിമുട്ടിയത്. അപ്പൊ ആ 8നെ 7നെ നമ്മളൊന്ന് മാറ്റി നിർത്തുക. അല്ല, 100ന് 8 കൂടുതലും 7 കൂടുതലുമാണ്. അപ്പൊ 8 ഗുണം 7 ആദ്യം എടുക്കുക. 56 കിട്ടിയല്ലോ. 56 വലതു ഭാഗത്ത് നമ്മൾ എഴുതി. ഇനി ആ 108ന്റെ കൂടെ ആ 7 കൂടെ കൂട്ടുക. മറ്റേ സംഖ്യയുടെ വ്യത്യാസം കൂട്ടുക. 115. 56 അതിന്റെ ഉത്തരം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, 107 108 മാറ്റിയിട്ട് 95 ഗുണം 99 എന്ന് പറഞ്ഞാലോ? 99 നമ്മൾ നേരത്തെ ചെയ്തൊരു മെത്തേഡ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ 95 ഗുണം 97 എടുത്തോ സാർ? 95 ഗുണം 97. അപ്പൊ ഇത് രണ്ടും 100-നടുത്താണ്. പക്ഷെ 100-നേക്കാൾ കുറവാണ്. അപ്പൊ 5 കുറവും 3 കുറവും. 5 ഗുണം 3 15 വലത് ഭാഗത്ത് ഞാൻ വെച്ചു. പിന്നെ 95 മറ്റേ സംഖ്യയുടെ വ്യത്യാസം 3 ആണ്. 95 3 കുറച്ചാൽ 92. അപ്പൊ 92ഉം മറ്റേതുകൊണ്ട്. അപ്പൊ 100-നടുത്തുള്ള സംഖ്യകൾക്ക് ഇങ്ങനെ വേണമല്ലോ. അത് ബേസിനടുത്തുള്ള സംഖ്യകളെ നമുക്ക് പറയാൻ പറ്റും. 100 ആവാം, 1000 ആവാം. അതിന് കുറേ അധികം ടെക്നിക്സ്. ഇത് നമ്മൾ ഇതിപ്പോ ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടി ഇത് മനസ്സിലായാൽ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇതിനെന്തെങ്കിലും ഒരു പഴയ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു റിട്ടേൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ സംഹിതകൾ? ഇതിന് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യൻ മാത്തമാറ്റിക്സിൽ നിന്നുള്ള ഇത്തരം മാർഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വാമി ഭാരതീകൃഷ്ണ തീർത്ഥ എന്ന് പറയുന്ന ശങ്കരാചാര്യരായിരുന്ന പുരിയിലെ ശങ്കരാചാര്യായിരുന്നു. അദ്ദേഹം ഇതിനെ ഒരു വേദിക് മാത്തമാറ്റിക്സ് ബുക്കായിട്ട് എഴുതി. അതിന്റെ അദ്ദേഹം ശങ്കരാചാര്യരായിരുന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു സ്കോളറായിരുന്നു. 7 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് അതിനുശേഷമാണ് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടിയുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ശങ്കരാചാര്യരായത്. അപ്പൊ അദ്ദേഹം ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് വേദിക് മാത്തമാറ്റിക്സ് ബുക്ക് എഴുതിയത്. അതിന്റെ പിന്നെ പുതിയ ആപ്ലിക്കേഷൻസും ആഡ് ഓൺ ചെയ്ത് പല റിവിഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സാറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഒത്തിരി അവസരങ്ങളുള്ള ഒരു മേഖലയാണ് എന്നുള്ളതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ കാര്യങ്ങൾ എളുപ്പമാക്കുവാൻ മാത്രമല്ല
ഇതിലൂടെ തന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ മറ്റ് കരിയർ നോക്കുന്നവർക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ പെർഫോം ചെയ്യുവാനൊക്കെ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിക്കും. അപ്പോൾ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം ഇത് നിങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യാം. സാറിൻ്റെ നമ്പർ വീഡിയോയിൽ നൽകിയേക്കാം. ഏതായാലും ഇത്രയും സമയം ചെലവഴിച്ച ദേവരാജൻ സാറിനോട് പ്രത്യേകം നന്ദി. നിങ്ങൾക്കൊരു നല്ല കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.